ഉള്ളവരെ കേരളമെന്നൊരു സംസ്ഥാനം രൂപീകൃതമായി ഏതാണ്ട് 70 വർഷം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ ഏറ്റവും അധികം ജനദ്രോഹങ്ങളും ജനകീയ പീഡനങ്ങളും നടത്തിയിട്ടുള്ള, ജനങ്ങളെ കൊള്ളയടിച്ചിട്ടുള്ള, ജനങ്ങളെ ഇന്നും കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ജനങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ വിദേശ രാജ്യങ്ങളും ക്ലിഫ് ഹൗസുകളും മാത്രമായി ജീവിക്കുകയും ഉദ്ഘാടന മാമാങ്കങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മൈക്കുകാർ വരെ തെറി വിളിക്കുകയും ആഭാസത്തരങ്ങളും ആക്രോശങ്ങളും കൊണ്ട് ഈ നിയമസഭ വരെ അന്തരീക്ഷപൂരിതമാക്കി, ആ നിയമസഭയിൽ വരെ പച്ചക്കള്ളം പറഞ്ഞ് ഇത്രയും നാണം കെട്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് വരെ കേരളത്തിലുണ്ടായിട്ടില്ല. ഇവിടുത്തെ ദാരിദ്ര്യം മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട്, ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും മദ്യം മൂലവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഇവിടെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും കൊന്നൊടുക്കുന്ന കൊള്ളയും കൊലയും വർദ്ധിച്ചു വന്ന ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഭയാനകമായ ഭരണാഭാസം നടക്കുകയാണ്. കേരളം നമ്പർ 1 ആണെന്ന് സകല വേദികളിലും നടന്ന് വിളിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രി നടത്തിക്കൂട്ടുന്ന ആഭാസങ്ങളുടെ, അതായത് ഏറ്റവും വലിയ നീചത്തരത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ഉദാഹരണമാണ് ഇന്ന് കൊല്ലം ജില്ല അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ച് നടത്തുന്ന മാമാങ്കം. ഈ ആഘോഷ മാമാങ്കം നടത്തുമ്പോൾ കൊല്ലം ജില്ലയിലെ ആയിരക്കണക്കിന് മനുഷ്യർ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണി കിടക്കുകയാണ്. കാരണം അവർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാൻ പോലുമുള്ള മാനദണ്ഡങ്ങളിൽ അവരെ ഉൾപ്പെടുത്താതെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അതിദരിദ്രരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അതായത് ഭക്ഷണമോ തൊഴിലോ വരുമാനമോ വാസസ്ഥലമോ പോലുമില്ലാത്ത, ഉള്ള വാസസ്ഥലങ്ങൾ 4 കിറോലയും 1-2 ഷീറ്റും വലിച്ചു കെട്ടി കാട്ടുകമ്പുകൾ വെച്ച് കിട്ടി ജീവിക്കുന്ന ആയിരക്കണക്കിന് അതിദരിദ്രരെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭയാനകമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ശബരിമല അയ്യപ്പൻ്റെ വരെ സ്വർണം കട്ടുമുടിച്ച് ഈ ജനങ്ങളും പെണ്ണുങ്ങളും ആശാവർക്കർമാർ പെണ്ണുങ്ങളടക്കം ഈ പിണറായി വിജയൻ പുഴുത്ത ചാകുമെന്ന് തെരുവിൽ കിടന്ന് പിരാകുമ്പോഴും ഇതൊന്നും കൂസാതെ ഒരു ഹിറ്റ്ലറിനേക്കാൾ, അതായത് ഒരു ഹിറ്റ്ലറല്ല, ഒരു 10 ഹിറ്റ്ലറിനേക്കാൾ നീചനായി നടന്നുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ച് ഇവിടെ മുഴുവനങ്ങ് വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾക്കും സഖാത്തികൾക്കും മാത്രമാണ് ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പുരോഗതി ഉണ്ടാകുന്നത്. മേൽഘടകങ്ങളുള്ള സഖാക്കൾ കോടികൾ സമ്പാദിക്കുമ്പോൾ ലക്ഷങ്ങളും അതുപോലെ തന്നെ കോടികൾ, മറ്റൊരു ആയിരക്കണക്കിനും നൂറുകണക്കിനും കോടികൾ അവരും അവരുടെ മക്കളും മുന്തിയ സഖാക്കൾ സമ്പാദിക്കുമ്പോൾ സാധാരണ 5ഉം 10ഉം കോടിയും 25ഉം 100ഉം 50ഉം ലക്ഷവും ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന സഖാത്തികളുടെയും സഖാക്കന്മാരുടെയും ഭരണത്തിനപ്പുറം ഇവിടെ എന്ത് വികസനമാണ് ഇദ്ദേഹം നടത്തുന്നത്? കള്ളപ്രചരണങ്ങൾ നടത്തുന്ന നിങ്ങൾ ഈ ദരിദ്രവാസികളുടെ ദയനീയമായ അവസ്ഥകളൊന്ന് കണ്ടു നോക്ക്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ ഇനിയും ഭരണം കിട്ടുന്നതിന് വേണ്ടിയും ഇനിയും നമ്മളെ മുടിപ്പിക്കുന്നതിന് വേണ്ടിയും ആവശ്യമില്ലാത്ത ചുമ്മാ വായ്ത്താരി മുഴക്കുന്ന കുറേ വാഗ്ദാനങ്ങൾ വാരി വിതറുക. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എല്ലാവിധ വിഭാഗങ്ങൾക്കും കൂടി ഏതാണ്ട് ഒരു 1.5 ലക്ഷം കോടിയോളം രൂപ, അതായത് പെൻഷൻ കാലം, ഇത് ഭരണം കിട്ടി ഇതുവരെ 10 വർഷമായിട്ട് 5 പൈസ 100 രൂപയിലധികം കൂട്ടാതിരുന്ന വാർദ്ധക്യകാല പെൻഷൻ 1600 നേരെ 2000 ഉയർത്തി. ഈ പ്രകടന പത്രികയിൽ ഇവർ പറഞ്ഞത് 2500 രൂപയാക്കുമെന്നാണ്. അത് ഈ ഭരണത്തിൻ്റെ അവസാന വർഷം വരെയും കാത്തിരുന്നു. കാരണം ഖജനാവിൽ 10 പൈസയില്ല. ഉള്ളത് മുഴുവൻ ഈ പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിൽ പോയും അവയുടെ മക്കൾക്കും സമ്പാദിച്ചു കൊടുത്തും ബന്ധുക്കൾക്കും സമ്പാദിച്ചു കൊടുത്തും സഖാക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തും ഖജനാവ് മുഴുവൻ കാലിയാക്കിയിട്ട് അദ്ദേഹം ഇവിടെ ഇപ്പോൾ നമുക്ക് ജനങ്ങൾക്കെല്ലാം കൂടെ വാരിക്കൂടി ഏതാണ്ട് 1 ലക്ഷം കോടിയോളം രൂപ ഇതെവിടെ നിന്ന് എടുത്തു തരാനാണ്? ഖജനാവിൽ
10 പൈസ ഇല്ല. ഇത് അടുക്കളയിൽ പൂച്ച പട്ടിണി കിടക്കുന്ന വീടുകളിൽ പറയുന്ന പണ്ടൊരു പഴമൊഴിയുണ്ട്, അടുപ്പിൽ പൂച്ച പെറ്റ് കിടക്കുമെന്ന്. അതുപോലെ ഇവിടെ പട്ടിണി പിടിച്ച് മനുഷ്യൻ മരിച്ചും നരകിച്ചും മദ്യം കുടിച്ച് മദ്യത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കോടികൾ എത്രയാണെന്ന് നമുക്കറിയാം. ഈ കോടികളെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ ഒരു പുതിയ പരിഷ്കാരം മദ്യ ഷോപ്പ്, ലിക്കർ ഷോപ്പുകളിൽ കൊണ്ടുവന്നു. ഷോപ്പുകളില്ല, ഔട്ട്ലെറ്റ് ബിവറേജ് കോർപ്പറേഷൻ 20 രൂപ ഒരു കുപ്പിയുടെ പുറത്ത് മദ്യത്തിന് ഈടാക്കി. അതായത് അതുകൊണ്ട് 2 മെച്ചമാണുള്ളത്. 1,78,000 കോടി രൂപ. അതിൻ്റെ കണക്ക് ഞാൻ ഓർക്കുക. ഏതാണ്ട് 1,00,000 കോടി രൂപയോളം ഒരു മാസം കൊണ്ട് തന്നെ കുപ്പിയുടെ ഇനത്തിൽ തന്നെ സർക്കാരിന് കിട്ടി. അത്താഴ പട്ടിണിക്കാരൻ അവിടെ പോയി വെള്ളം കുടിക്കുന്ന മദ്യപിക്കുന്നവൻ്റെ കാശ് പിടിച്ചു പറിക്കുന്ന ഈ നിലവാരം. എന്നിട്ട് അവൻ വെള്ളവും കുടിച്ച് സ്കൂട്ടറും എടുത്ത് വരുമ്പം പോലീസുകാർ പിടിച്ച് മണപ്പിച്ച് കൈയിരിക്കുന്നതും കൂടെ മേടിച്ചുകൊണ്ട് പോകും. ഒരു ദിവസം 1,000-1,200 രൂപ ജോലി ചെയ്ത് കിട്ടിയ അത് മദ്യത്തിനും പോലീസുകാർക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ട് വീട്ടിൽ വന്ന് പട്ടിണി കിടക്കുന്ന സാധാരണക്കാരൻ്റെ ജീവിതാവസ്ഥ. എന്നിട്ടും അദ്ദേഹം ഈ അതിദരിദ്ര കൊല്ലം ജില്ലയെ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയെന്ന് പറയുന്നത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഞാൻ ആയിരക്കണക്കിന് പട്ടിണിക്കാരെ കണ്ട് ജീവിച്ചവനാണ്, വളർന്നവനാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ പട്ടിണിക്കാരില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ കളിപ്പിച്ച് വോട്ട് മേടിക്കാൻ വരുന്ന ഈ പിണറായി വിജയനെ ഇനിയെങ്കിലും ഈ കേരള മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് വിനയപൂർവ്വം നിങ്ങൾ ഓരോരുത്തരും ഓരോ വോട്ടർമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.